താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന അവസ്ഥയാണ് രാഹുൽ ഈശ്വറിന്. അതിജീവിതയെ അപമാനിച്ചു എന്ന പരാതിയിൽ ആ കേസിൽ രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ ഇന്നലെ തിരുവനന്തപുരം ACJM കോടതി തള്ളിയിരുന്നു. ജാമ്യാപേക്ഷയുമായി മേൽക്കോടതിയിലേക്ക് പോകാൻ തന്നെയാണ് രാഹുൽ ഈശ്വറിന്റെ തീരുമാനം. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിലോ അല്ലെങ്കിൽ ഹൈക്കോടതിയിലോ ജാമ്യാപേക്ഷ ഫയൽ ചെയ്യാനാണ് രാഹുൽ ഈശ്വറും സംഘവും ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴും തനിക്കെതിരെ ചുമത്തിയത് കള്ളക്കേസാണ് എന്നുള്ള വാദമാണ് രാഹുൽ ഈശ്വർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് ഫുൾ കള്ള കേസാണ്. എല്ലാ കാര്യങ്ങളും എന്നെ പറഞ്ഞിരിക്കുന്നത് കള്ളമാണ്. എല്ലാം ബീലബിൾ ഒഫൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നോൺ ബീലബിൾ ഒഫൻസ് രാത്രിയിലാണ് ചേർത്തത്. അപ്പം പിന്നെ കോടതിയിൽ പറഞ്ഞപ്പോൾ പോലും ഇവർക്ക് എന്താണ് സെക്ഷലി കളർഡ് റിമാർക്സ് എന്നുള്ളത് എടുത്തു പറയാൻ ഇവർക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എവിടേക്കോ ഇത് അറസ്റ്റ് ആദ്യം നടക്കട്ടെ, കുറ്റം പിന്നീട് കണ്ടുപിടിക്കാം ഒരു മട്ടിലേക്ക് പോയതുപോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. അപ്പൊ ഇനി മുമ്പോട്ട് പോകാൻ അത്രേ ഉള്ളൂ. കള്ളക്കേസാണ് എന്ന വാദം ആവർത്തിക്കുമ്പോൾ ജാമ്യാപേക്ഷ എവിടെ ഫയൽ ചെയ്യും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. നേരത്തെ മറ്റൊരു കേസിൽ ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. അതായത് കീഴ്ക്കോടതി ജാമ്യം നിഷേധിക്കുകയാണെങ്കിൽ ജില്ലാ സെഷൻസ് കോടതിയിൽ പോയതിനു ശേഷം മാത്രമേ ഹൈക്കോടതിയിലേക്ക് ജാമ്യാപേക്ഷയുമായി വരാവൂ എന്നുള്ളത്. അതിനിടയിൽ രാഹുൽ ഈശ്വർ ഇന്നലെ ജാമ്യാപേക്ഷ തള്ളി ജയിലിലേക്ക് പോകുന്ന സമയത്ത് രാഹുൽ ഈശ്വർ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് ജയിലിൽ നിരാഹാര സമരം ഇരിക്കുമെന്ന്. അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രിയും രാഹുൽ ഈശ്വർ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. വെള്ളം മാത്രം മതി എന്നുള്ള ആവശ്യമാണ് രാഹുൽ ഈശ്വർ പോലീസുകാരോട് അറിയിച്ചിരിക്കുന്നത്. ഈ നിമിഷം വരെയും നിരാഹാര സമരം തുടരുകയാണ് രാഹുൽ ഈശ്വർ. ടി സരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.